ഗുഡ് മോർണിംഗ്. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇറങ്ങി ഇവിടുന്ന് SN റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഇവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഫാമിലി ഉണ്ട് സ്റ്റുഗാർട്ടിലോട്ട്. ഇന്നലെ വീഡിയോ നമ്മൾ എത്തി ഇച്ചിരി ടയർഡ് ആയതുകൊണ്ട് അധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റുഗാർട്ട് അല്ലേ വേറെ വി ഗോയിങ് റോണിക്കട്ടെ സ്റ്റുഗാർട്ട് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ കാർലോസ് പോർഷിൻ്റെ തലസ്ഥാനം അല്ലേ കാൾസ്റോയ്. അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് ബാക്കി എന്താ പരിപാടി എന്നൊക്കെ നമുക്ക് ഓൺ ദ വേ നോക്കാം. രണ്ടുപേരും കൂടെ ഉണ്ട്, ജി ഉണ്ട് സ്വീറ്റി ഉണ്ട്. അവർ മെല്ലെ മെല്ലെ നടന്നു വരുന്നതേ ഉള്ളൂ. ടാറ്റ കാണിക്കുന്നത്. ഞങ്ങളിവിടെ ഡെസൽഡോഫിലെ സ്റ്റേഷൻ എത്തി. അടുത്ത ട്രെയിൻ കണക്ഷൻ നോക്കുക. ഞങ്ങൾക്ക് കുറച്ച് ട്രെയിൻസൊക്കെ മാറി കയറണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. ഇവിടെ വന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സ്റ്റേഷൻ. ആക്ച്വലി വി ഹാവ് അബൌട്ട് 6 hours ഓഫ് ജേർണി. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവുക. ഒരു 2 ട്രെയിനൊക്കെ മാറി കയറണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ. ഇതൊക്കെ ഒരു ടൗൺ, ഒരു മെയിൻ ഒരു ലൊക്കേഷൻ പോലെയുണ്ട്. ടൗൺസും നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട് ഇവിടെ. ഓ, വരണ്ട ഭൂപ്രദേശം. ഇതാണ് ഭാരതപ്പുഴ. ജർമ്മനിയിലുള്ള ഭാരതപ്പുഴ. ഓ മൈ ഗോഡ്. അല്ല, അതൊക്കെ വരണ്ടെടുക്കാന്ന് പറഞ്ഞിട്ട്. Main Hauptbahnhof. Nächster Halt Mainz Hauptbahnhof. ഇത് കാണാൻ നല്ല രസമല്ലേ, അതുകൊണ്ട് ജസ്റ്റ് എടുത്തതാണ്. അഭയാർത്ഥി. ഞങ്ങൾ കാൾസ്റോഹിലെത്തി. കാൾസ്റോഹിൽ നിന്ന് ഇവിടുന്ന് ഒരു ട്രാം പിടിക്കണം. ട്രാം പിടിച്ച് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾക്ക് പോകുന്ന ഫാമിലിയുടെ വീട്ടിലോട്ട് ഞങ്ങളെത്തും. ട്രാവൽ ചെയ്ത് ഒരു വഴിയായില്ലായിരുന്നു. ഞങ്ങൾ പോകേണ്ട ട്രാം എത്തി ഗെർമർഷെയിം. അതാണ് നമ്മൾ പോകേണ്ട സ്ഥലം. ഒരു 20 മിനിറ്റ്സ്. ഞങ്ങൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷേ ട്രാം ഞെക്കാൻ മറന്നുപോയത് കൊണ്ട് ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് എത്തി. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഫാമിലിയുടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം സമയം ഏകദേശം ഒരു 8:30 അടുത്തായി. എന്നിട്ടും അത്ര ഇരുട്ടിയിട്ടില്ല. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ സ്റ്റുഗാർട്ടൊക്കെ. ട്രാം ആദ്യം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നടക്കുക. പക്ഷെ നല്ലൊരു കമ്മ്യൂണിറ്റി, വെരി വെരി പീസ്ഫുൾ, വെരി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. സമയം ഇത്രയായിട്ടും കാറ്റാടി. എവിടെ? ഓ, അവിടെ ഒരു വിൻഡ് മില്ലൊക്കെ കാണാം. തൊട്ടപ്പുറത്ത് നമുക്ക് സൺഫ്ലവർ പൂക്കൾ കാണാം. ഇതാണ് നമ്മുടെ സൺഫ്ലവർ. ഹായ്. ആക്ച്വലി കണ്ടു ഇന്നവിടെ ആ വീട്ടിലെത്തിയിട്ട് നമ്മൾ മോസ്റ്റ്ലി വീഡിയോ എൻഡ് ചെയ്യും. ഇന്നത്തെ ദിവസം ഫുൾ SNയിൽ നിന്ന് ഇവിടോട്ട് വരാനായിരുന്നു. കാൾസ്റൂഹ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യും ആ ഫാമിലിയുടെ ഒപ്പം. നമ്മുടെ ജീൻ്റെയും റോണിയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ട്സാണ്, സ്മിതയും മാത്യൂസ്. അപ്പോൾ എന്നിട്ട് നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു വാട്ടർഫോൾസൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ പ്ലാനുണ്ട്, എന്താ പരിപാടി എന്നറിയില്ല. ബട്ട് ഒരു വാട്ടർഫോൾസൊക്കെ പോയി ഇവിടുന്ന് ഒരു 2 hours ഒക്കെ പോയിട്ട് വാട്ടർഫോൾസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുൾ ഡേ അവിടെയൊക്കെ ആക്കിയിട്ട് തിരിച്ചിവിടെ വരണം. എന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് ബാക്ക് ടു SN പോവും. എന്നിട്ട് വേണം മൺഡേ നമുക്ക് പിന്നെ വർക്കുണ്ട് 2-3 days നെതർലാൻഡ്സിലെ. ബട്ട് ഇറ്റ് വാസ് നൈസ്. ജർമ്മനി ഈസ് ബ്യൂട്ടിഫുൾ. വെതറൊക്കെ അടിപൊളിയാണ്. ഒരു 18 degrees ആണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റു. എല്ലാവരും ഓൾമോസ്റ്റ് ഒരുങ്ങി റെഡിയായി പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുക. ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച മാത്യൂസിൻ്റെയും സ്മിതയുടെയും വീട്. ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ക്വിക്ക് ഹോം ടൂർ ഞാൻ കാണിച്ചു തരാമേ. എല്ലാവരും ഇറങ്ങി. ഞങ്ങളിന്ന് ആക്ച്വലി ഇത് സ്റ്റുഗാർട്ട് ഏരിയയുടെ അടുത്താണ്, കാൾസ്റൂഹ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഞങ്ങൾ ഒരു ബോർഡർ സൈഡിലോട്ട് പോവുക എക്സ്പ്ലോർ ചെയ്യാൻ. രാവിലെ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ട്രാം സ്റ്റേഷനിലോട്ട് എത്തണം. ഞാൻ വീടിൻ്റെ ഒരു ക്വിക്ക് കാണിച്ചു തരാം. നല്ലൊരു ലൊക്കാലിറ്റി, നല്ലൊരു സ്ഥലം.
ഇവിടെയൊക്കെ ഫുൾ ആപ്പിൾ കണ്ടോ ഇപ്പുറത്ത്, അത് ആപ്പിളാണ്, ഫുൾ ആപ്പിൾ കിടക്കുന്നുണ്ട്. ഇതേതോ ബ്ലൂബെറിയുടെ ഇതൊക്കെയുണ്ട്. തൊട്ടപ്പുറത്ത് സൺഫ്ലവർ ഉണ്ട്, അവിടെ ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ കാണുന്നുണ്ട്. സെറ്റാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് മീൻസ് ഒരു ഒറ്റ മിനിറ്റും കൊണ്ട് ട്രെയിൻ കിട്ടി. ലാൻഡ്സ്കേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലോട്ട് എത്തുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ JD ആയിട്ടാണ് വന്ന് കണ്ടത് ഫ്രം ജ്യൂറിക്. ഈ തവണ വിത്ത് റോണി, ജീന, സ്മിത്ത് ആൻഡ് മാത്യൂസ് ആയിട്ട് ഒരു ഫുൾ ഫാമിലി, ഒരു ഗ്യാങ് ആയിട്ടാണ് കാണുന്നത്. എന്തായാലും സ്വിറ്റ്സർലൻഡ് ഈസ് ഓൾവേസ് അമേസിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. സോ ഹാപ്പി ടു ബി ഹിയർ അഗൈൻ. നമ്മൾ ഷാഫ്ഹൗസിനെത്തി. ദിസ് ഈസ് ഇൻ ആക്ച്വലി സ്വിറ്റ്സർലൻഡ്. ഇവിടുന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ റെയിൻഫോൾ. ഷാഫ്ഹൗസിനിൽ ഇറങ്ങി നിൽക്കുക. ഒരു ഡൗട്ട്, നമുക്ക് നമ്മുടെ ജർമ്മനിയുടെ ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 60 യൂറോ ഫൈൻ അടിച്ച് കിട്ടും. അപ്പോൾ അതൊന്ന് ചോദിക്കുക. ഇവിടുന്ന് ആക്ച്വലി 2 സ്റ്റോപ്പേ ഉള്ളൂ നമ്മൾ പോകുന്ന റൈൻ ഫോൾസിലോട്ട്. ഇവിടെ കുറേ മലയാളികളെ പരിചയപ്പെട്ടു. അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും അറിയാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ട്രെയിൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് പറ്റില്ല, ഡോയ്ച്ച്ലാൻഡിലെ ടിക്കറ്റ് പറ്റില്ല, നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ നോക്കിയപ്പോഴത്തേക്ക് ബസ്സുണ്ട്. ന്യൂ ഹൗസൻ റൈൻഫോളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് ഏതാ സ്ഥലം റോണിക്കുട്ട? ഷോഫ് ഹൗസൻ. ഞങ്ങളിപ്പോൾ ഇവിടെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ഒരു മലയാളി ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കയറി റൈൻ ഫോൾസിലോട്ട് ഒരു 2 സ്റ്റോപ്പാണ്. 2 സ്റ്റോപ്പിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ദിസ് ഈസ് ആക്ച്വലി സ്വിറ്റ്സർലൻഡ്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് നടന്നു പോകാമായിരുന്നു. പക്ഷേ അടുത്ത സ്റ്റോപ്പ് റൈൻ ഫോൾസിൻ്റെ സ്റ്റോപ്പ്. നമുക്ക് ബസ് കിട്ടി. നമ്മുടെ ടീം മൊത്തം അവിടെ സീറ്റഡ് ആണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് റൈൻ ഫോൾസ്. ഹായ്. ട്രെയിനിനാണ് വന്നെങ്കിൽ ഈ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ താഴത്തോട്ട് നടക്കുക. ആക്ച്വലി 2023 തോന്നുന്നു ഞാനും JD വന്നപ്പോഴത്തേക്ക് ഈ വഴിക്കായിരുന്നു. നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ താഴത്തോട്ട്. പക്ഷേ അന്ന് ജ്യൂറിക്കിൽ നിന്ന് വന്നു. ഇന്നത്തെ വ്യത്യാസം നമ്മൾ ജർമ്മനി സൈഡിൽ നിന്ന് വന്നു. സോ 5 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ റൈൻ ഫോൾസ് കാണാം. വീണ്ടും നമ്മുടെ റൈൻ ഫോൾസിലോട്ട് നമുക്ക് എത്താൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഏകദേശം വിൻ്റർ തുടങ്ങിയതുകൊണ്ട് ആൾ കുറവായിരുന്നു. മറ്റേ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം ജസ്റ്റ് സമ്മറൊക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ്. ആൾക്കാരുണ്ട്, നമുക്ക് സൈക്ലിംഗ് നടക്കുന്നുണ്ട്, അപ്പുറത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാനും ചെടിയൊക്കെ ഈ വഴിക്ക് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന്. അന്നൊക്കെ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല, നല്ല തണുപ്പും. ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ റൈൻ ഫോൾസ്. ശരിക്കും അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് സ്വിറ്റ്സർലാൻഡും ജർമ്മനിയുടെ ഒക്കെ ബോർഡർ സൈഡാണ്. അങ്ങോട്ടൊക്കെ ഇപ്രാവശ്യം സമ്മർ ആയതുകൊണ്ട് ഫുള്ള് ബോട്ടിങ്ങാണ്. ഹൈ, നമ്മുടെ കൂടെ ഉള്ളവരാണല്ലോ. ഓ സാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ ചൂണ്ടയിട്ടോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ആക്ച്വലി മീൻ കണ്ടില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നല്ല കുറേ വലിയ മീനും ഉണ്ട്, കുറേ കുഞ്ഞു മീനും ഉണ്ട്. അപ്പനും മകനും അത് നല്ല വോയിസ് ഓവർ കേട്ടോ. ഞാനും JD അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞില്ല. ഇന്ന് എന്തോരം ആളാണ് നോക്കിയ റൈൻ ഫോൾസ്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു വീക്കെൻഡാണ്, സമ്മറുമാണ്, അതായിരിക്കും വ്യത്യാസം. പക്ഷെ അടിപൊളി അല്ലേ. അന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. യേസ് കുട്ടമ്പിള്ളേ. റെയിൻ ഫോൾസ് നദിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വെള്ളത്തിന്റെ അലകളെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ നിറയെ റെയിൻ ഫോൾസ് നദിയുടെ ആരാധകർ തിങ്ങി നിറഞ്ഞു പോകുന്നതായിട്ടുണ്ട്. എതിരെ നിന്നും ഒരു മഞ്ഞ ബോട്ടിൽ നിറയെ ആളുകൾ തിരിച്ചും വരുന്നുണ്ടായിരുന്നു. മുകളിലൂടെ നോക്കുമ്പോൾ ഒരു ട്രെയിൻ, വെള്ള നിറത്തിലുള്ള ഒരു ട്രെയിൻ. ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് സ്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഇതുണ്ടെന്ന്, ഒരു ബോട്ടിംഗ് പരിപാടിയൊക്കെ അവിടെ. അന്ന് നമ്മൾ വരുന്ന സമയത്ത് ആക്ച്വലി ഇത്രയും ട്രെയിന്, സിപ്പ് ലൈന്, ഇതൊക്കെ ഒരുപാട് തിങ്സ് ടു ഡു ഉണ്ട് കേട്ടോ ഇവിടെ. സോവനിയേഴ്സ് ഇതൊക്കെ ഭയങ്കര ലൈവാണ്. ഇപ്പം ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അന്ന് വരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി ഡ്രൈ ആക്ച്വലി. ഇപ്പം തന്നെ നമ്മൾ ആക്ച്വലി ബോട്ടിൻ്റെ ഇത് ചോദിക്കാൻ പോവാം. 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ബോട്ട്സ് ഉണ്ട്. ആ ബോട്ട് തന്നെ പോയി അവിടെ മുകളിലൊരു സ്ഥലത്തോട്ടൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടൊന്ന് നോക്കാൻ പോവാം.
അവരെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിർത്തിയിട്ട് ഞങ്ങളിവിടെ കയാക്കിങ്ങിന് ആൾക്കാർ വരുന്നുണ്ടേ. അപ്പോൾ അതെന്താണെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ. മീ ആൻഡ് മിസ്റ്റർ റോണിക്കുട്ടൻ. അവിടെ നല്ല ക്യൂ ഉണ്ട് ടിക്കറ്റിന്. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഹൗ മച്ച് 15 മിനിറ്റ്സിന് 10 ഫ്രാങ്ക് അല്ലേ? 15 മിനിറ്റ്സിന് 10 CHF. പിന്നെ ഉള്ളത് 30 മിനിറ്റ്സിൻ്റെ ഒരു 10 CHF. പിന്നെ അവിടെ ഒരു റോക്കിൻ്റെ മുകളിൽ കയറുന്ന സ്ഥലം 25 CHF അടുത്ത്. അപ്പം നമ്മൾ ആ 15 30 മിനിറ്റ്സിൻ്റെ ജസ്റ്റ് ആ വഴി പോകുന്നുണ്ട്. ആ ബ്ലൂ ഒക്കെ പോകുന്നില്ലേ, ആ പോയിട്ട് ആ ജർമ്മൻ ബോർഡറിലോട്ട് തിരിച്ച് പോയിട്ട് വരുന്നവരാണ് നോക്കുന്നത്. ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ ബോട്ടിൻ്റെ അങ്ങോട്ട് നടക്കുക. നമ്മൾ 3 എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് 30 മിനിറ്റ്സ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ്. നമുക്ക് നമ്പർ 3 പോകേണ്ടത്. നമ്പർ 3 30 മിനിറ്റ് റൈഡ്. ഇതാ നമ്മുടെ ബോട്ട് എടുത്തു. അയ്യേ. Und ich bin Stefan, wir fahren zuerst ein bisschen rheinabwärts Richtung Rheinau, werde dann auf der Höhe der Badeanstalt von da kommen zurück. Und dann schauen wir uns den Rheinfall aus der here on board of this tour, my Amazonas, how we call it. And this is coming from our guests. They explained it looks similar to the Amazonas. I personally cannot say it is true or not because I have never been there. ഇവർ പറയുന്നത് ഇവരുടെ ഒരു ആമസോൺ ഫോറസ്റ്റിൻ്റെ ഒരു ഇതുപോലെയാണ്. അത് ബോർഡറാണ്. ആ സ്റ്റോൺ ബോർഡർ സ്റ്റോൺ. അപ്പോൾ ഇപ്പുറത്തെ ജർമ്മനി ആയിരിക്കും. റൈറ്റ് സൈഡ് ജർമ്മനി, ലെഫ്റ്റ് സൈഡ് സ്വിറ്റ്സർലൻഡ്. ആ സൈഡിലോട്ട് ഞങ്ങൾ റൈൻ ഫോൾസിൻ്റെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാം. വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾസ് ഇൻ യൂറോപ്പ്. നമ്മൾ റെയിൽ ഫോൾസിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ കൊലുങ്ങുന്നു കൊലുങ്ങുന്നു. വാവ്. ഓ, ഇത് തൊട്ടടുത്താട്ടോ. ആ പൊളി. This is as closest as you can get to the falls. ഇത്രേ പോളും തോന്നുന്നു. ഇനി അങ്ങോട്ട് ഡേഞ്ചറാ. അടുത്തൊരു റൗണ്ടും കൂടെ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബോട്ട് പോകുന്നില്ല മുന്നോട്ട്. ഫോണൊക്കെ പിടിച്ചോണേ. ഓ, പേടിക്കണ്ട.
ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂസ് ഓഫ് ദ വാട്ടർഫോൾ. അതിൻ്റെ ഏറ്റവും താഴെ. താങ്ക് യു സോൺ. സൈഡിൽ കൂടെ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലുള്ള നടത്തിക്കൊണ്ടിരിക്കുക. ക്ഷീണമായെന്നും പറഞ്ഞിട്ട് കെട്ടിയോൻ എടുക്കുക. കുറച്ചുകൂടെ ഉണ്ട്, നല്ലൊരു ട്രെക്കുണ്ട് ഇത്. വാട്ടർഫോൾസിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ മുകളിലുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ നടന്ന് ഞങ്ങളുടെ ആ മോൾ ഭാഗം എത്തി. മോളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് നമ്മൾ ഇതുവരെ കണ്ടത് താഴ്ഭാഗത്തുനിന്നായിരുന്നു. ആ അറ്റത്തു നിന്നൊക്കെയാണ് നമ്മൾ ബോട്ടിങ് ചെയ്തത്. ഇത് മോളിൽ നിന്നുള്ള വ്യൂ. ട്രെക്ക് ചെയ്ത് ഇതേ സൈഡിൽ കൂടെ ഒക്കെ ട്രെയിനൊക്കെ പോകും. ഇവർക്ക് എല്ലാവർക്കും ഈ വ്യൂ ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന. കുട്ടമ്പിള്ളക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ല എന്നുള്ള വിഷമം മാറി. സൈഡിൽ റെയിൽവേ ട്രാക്ക്, അപ്പുറത്തുനിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി. റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ആ താഴ്ഭാഗം കണ്ടത്. ട്രെയിൻ ട്രെയിനൊക്കെ പോകുന്ന വ്യൂ കണ്ടോ? അടിപൊളി ഒരു വ്യൂ ആണ്. ഇപ്പം സ്പെഷ്യലി സമ്മർ ആയതുകൊണ്ട്. ഇവിടുത്തെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ അപ്പുറത്ത് നടന്ന് ഷ്വൈസോഫൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അവിടുന്ന് ബാക്ക് ടു സ്റ്റുഗാർട്ട് ഏരിയ. ഈ കാസിലാണ് നമ്മൾ താഴെ നിന്ന് കാണുന്നത്. അതിപ്പുറത്തെ സൈഡിൽ ആ ബ്രിഡ്ജ് കയറി വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഈ ഏരിയക്കുള്ളിലാണ് ക്യാസിൽ. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞങ്ങളന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളന്ന് കണ്ട ഒരു ക്യാസിലാണ്. ഞാനും JDയും 2023 വന്നപ്പോൾ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അവിടെ നിന്നൊരു നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പൂക്കളൊക്കെ കണ്ടോ? ഹായ്, ഇതാ നമ്മുടെ വ്യൂ മുകളിൽ നിന്നുള്ള ക്യാസിൽ നിന്ന്. അങ്ങ് താഴെയാണ് നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തത്. നമ്മൾ അപ്പുറത്തൊന്നും കണ്ടില്ലായിരുന്നു ഒരു ലിഫ്റ്റ്. അതാണ് ഈ ലിഫ്റ്റ്. നല്ല വ്യൂ അല്ലേ? വീണ് പിടിച്ച് ലിഫ്റ്റ് ഇറങ്ങി വീണ്ടും വെള്ളച്ചാട്ടത്തിലോട്ട്. ഈ വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നു നമ്മൾ 360 ഡിഗ്രി കറങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടന്ന ട്രെയിൻ സ്റ്റേഷനിലെത്തിയെന്ന് തോന്നുന്നു. ഷോസ് ലോഫൻ റെയിൻഫോൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഇപ്പോൾ നമുക്കിനി പോകേണ്ടത് ഷാഫ്ഹൗസനിലോട്ടാണ്. ഷാഫ്ഹൗസൻ എപ്പോഴും സ്വിറ്റ്സർലൻഡാണ്. അത് കഴിഞ്ഞിട്ട് വേണം സിംഗൻ പോകാൻ, ജർമ്മനി. ഇറ്റ് വാസ് നൈസ്. നല്ല ക്ലൈമറ്റ്, ഫുള്ള് റെയിൻഫോൾസ്. നമ്മൾ ഫുൾ ചുറ്റിക്കറങ്ങി ബോട്ടിങ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ വരും. നമ്മുടെ ട്രെയിൻ വന്നു. ഇതും ചരിഞ്ഞിട്ടാട്ടോ. ബൈ ബൈ റെയിൻഫോൾസ്. ബാക്ക് ടു ജർമ്മനി. ഇങ്ങനെത്തി ജർമ്മൻ മണ്ണിൽ വീണ്ടും ഞങ്ങൾ കാലുകുത്തി. വെൽക്കം ബാക്ക് ടു ജർമ്മനി ഗൈസ്. ഇവിടുന്ന് ഇനിയും നമുക്ക് വേറെ ഒരു ട്രെയിൻ മാറിയിട്ട് വേണം നമ്മുടെ മാത്യൂസിൻ്റെയും സ്മിതയുടെയും വീട്ടിലോട്ട് തിരിച്ചെത്താൻ. വിച്ച് ഈസ് ഇൻ കാൾസ്റൂവി. ജർമ്മനിയിലെ സിംഗനിലെ ഡെക്കാത്തലോൺ കണ്ടോ ഗൈസ്? ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്നാക്ക് കഴിക്കാൻ വരുക. അപ്പോൾ യോർമാസ് ഡെക്കാത്തലോൺ കാണിച്ചു. നമുക്ക് യോർമാസിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം അല്ലേ? വിശക്കുന്നു. ബോർഷിൻ്റെ തലസ്ഥാനമായ സ്റ്റുഗാർട്ടിലെത്തി. സ്റ്റുഗാർട്ട്. ഇവിടുന്ന് അടുത്ത ഇതിലോട്ട് പോവാം. ഒരു 1 hour കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തും. ബട്ട് ഇവിടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റുഗാർട്ടിൽ ഒരു പോർഷയുടെ മ്യൂസിയം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. അത്യാവശ്യമാണ് ട്രോളണത്. നല്ലത്. ഇതെയോ? ഇതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വന്ന് കാൾസ്റൂഹെ എത്തി. സമയം ഏകദേശം ഒരു 10 മണി. ഇവിടുന്ന് ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട് അവരുടെ വീട്ടിലോട്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക. ട്രാം വന്നാൽ വീട്ടിലെത്തും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്. I hope you guys enjoyed visiting Switzerland and the Rhine Falls.
It was an amazing day, amazing experience. Let's all meet up in the next episode. Bye.